പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ഡിഗ്രി അഡ്മിഷൻ അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 1/6/2024 നിങ്ങൾക്കുള്ള +2 സ്കോറിനനുസരിച്ചുള്ള ഇൻഡെക്സ് എത്രയായിരിക്കും, നിങ്ങൾക്കുള്ള ഇൻഡെക്സിന് എവിടെയായിരിക്കും, ഏത് കോഴ്സിലായിരിക്കും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത, പിന്നെ മൊബൈലിൽ തന്നെ എങ്ങനെയാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, അതിൻ്റെ ലൈവ് ഡെമോ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഉടൻ അലോട്ട്മെൻറ്റ് വന്നാൽ ഉടൻ നിങ്ങൾ നൽകേണ്ട ഫീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ അപ്ലൈ നൗ എന്നൊരു ലിങ്ക് കാണാം, അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ ഏറ്റവും താഴെ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ക്യാപ് ഐഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇതാണ് ലോഗിൻ ചെയ്താലെത്തുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജ്. ഇവിടെ ഓരോ ഐക്കണുകൾ കാണാവുന്നതാണ്. ഓരോ ഐക്കണുകളും ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ്. ആദ്യം നൽകിയിട്ടുള്ളത് അഡ്മിഷൻ എന്ന ഒരു ഐക്കണാണ്, ലിങ്കാണ്. അതിലേക്ക് കയറാൻ വേണ്ടി അതിൻ്റെ തൊട്ട് താഴെ നൽകിയിട്ടുള്ള ക്ലിക്ക് ഹിയർ എന്ന ലിങ്കിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് അഡ്മിഷൻ ആയാൽ നിങ്ങൾ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ എടുത്തത് എന്നത് ഇതിൽ കയറി നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഇനി ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നത് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ലിങ്കിലുള്ളത്. ഇവിടെ ക്ലിക്ക് ഹിയർ എന്നതിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ PDF ലഭിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കൽ നിർബന്ധമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കുകയെങ്കിലും വേണം. അടുത്ത ഐക്കൺ ചലാൻ റെസിപ്റ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും, അത്തരത്തിലുള്ള റെസിപ്റ്റുകളെല്ലാം ഈ ഒരു ലിങ്കിൽ കയറിയാൽ കിട്ടുന്നതാണ്. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസൽ. അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ നൽകി പോയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ലിങ്ക് വഴി ലഭ്യമാകുന്നതായിരിക്കും. ഇനി കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ്. കമ്മ്യൂണിറ്റി അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ, അതായത് എയ്ഡഡ് കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളത്, ആ കോളേജുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി എന്നത് ഓപ്റ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ കമ്മ്യൂണിറ്റി അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോളേജിലുള്ള റാങ്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ റാങ്ക് പ്രകാരമാണ് കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി മാൻഡേറ്ററി ഫീ എന്നൊരു ഐക്കൺ കാണാം. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഓൺലൈനിൽ നൽകേണ്ട ഫീസാണ് മാൻഡേറ്ററി ഫീ. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 135 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 540 രൂപയുമാണ് വരിക. ഇത് നിങ്ങളുടെ അഡ്മിഷൻ ഫീസിലേക്ക് പരിഗണിക്കുന്ന തുകയാണ്. ഇനി വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നൊരു ഐക്കൺ കാണാം. അതായത് 2 or 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പിന്നീട് അലോട്ട്മെൻറ്റുകൾ നടത്തിയല്ല അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകാറുള്ളത്. ഓരോ കോളേജിലും ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ നൽകും. ഇത് പ്രകാരം കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ കോളേജുകാർ നിങ്ങളുമായി ബന്ധപ്പെടുന്നതുമായിരിക്കും. ഓരോ കോളേജിലും വരുന്ന വേക്കൻസി സീറ്റുകൾ ഫിൽ ചെയ്യപ്പെടുന്നത് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. ഇനി അൺലോക്ക് എഡിറ്റ് എന്ന ഐക്കൺ കാണാം. ഇതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഇപ്പോൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എൻട്രിയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഡിറ്റിംഗ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ നടത്തിയ ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. എഡിറ്റിംഗ് വിൻഡോയിലേക്ക് കയറാൻ വേണ്ടി സെക്യൂരിറ്റി കീ നൽകേണ്ടതാണ്. നേരത്തെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതേ സെക്യൂരിറ്റി കീ തന്നെയാണ് ഇവിടെ നൽകേണ്ടത്. ലോഗിൻ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ ഓരോ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഓരോ ഐക്കണുകൾ, ടാബുകൾ നൽകിയതായിട്ട് കാണാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, വെയിറ്റേജ് ഡീറ്റെയിൽസ്, ഫോട്ടോ അപ്ലോഡ്, അതുപോലെ തന്നെ ഓപ്ഷൻ, കോളേജ് ഡീറ്റെയിൽസ്, ഇതെല്ലാം കാണാം. അതിൽ നിങ്ങൾക്ക് ഏതിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിൽ പ്രസ് ചെയ്ത് അവിടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാനിവിടെ കോളേജ് ഓപ്ഷനാണ്, കോളേജ് ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഓരോ പേജിൻ്റെയും താഴെ നൽകിയിട്ടുള്ള സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിയ ശേഷം ഏറ്റവും അവസാനം ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന ടാബിലേക്ക് വന്ന് ഈ ഒരു പേജിൽ നൽകിയിട്ടുള്ള എല്ലാ ചെക്ക് ബോക്സുകളിലും ടിക്ക് ചെയ്ത് ഏറ്റവും താഴെ നൽകിയിട്ടുള്ള സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് നമ്മൾ
ആപ്ലിക്കേഷൻ്റെ എല്ലാ മെനുകളുമുള്ള ആദ്യ പേജിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇവിടെ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ PDF ഫയൽ സേവ് ചെയ്ത് വെക്കുകയോ വേണം. ഇത് ആപ്ലിക്കേഷൻ്റെ PDF ഫയലാണ്. ഈ ഒരു ഫയലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ, ഓരോ കോളേജിലും നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്കുള്ള ആകെ ഒരു കോളേജിൽ അഡ്മിഷനുള്ള നിങ്ങളുടെ ഇൻഡെക്സ് എത്രയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ്റെ PDF ഫയലിൽ തന്നെ കാണുന്നതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത എങ്ങനെയാണ്, എവിടെയെല്ലാമാണ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അതിനായി നിങ്ങൾ പ്രൊഫൈൽ പേജിൽ നിന്ന് ലോഗൗട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് പേജിൻ്റെ ഹോം പേജിലേക്ക് വരേണ്ടതാണ്. ഇവിടെ ഒരു ലിങ്ക് കാണാം, പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2023 എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഏത് വിഭാഗം UG കോഴ്സ് എന്ന് സെലക്ട് ചെയ്ത് ഏത് പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്ത് എന്നിട്ട് ഞാനിവിടെ BSc കെമിസ്ട്രിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഓരോ ജില്ലയും ഇവിടെ കാണിക്കും. ഞാനിവിടെ കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്ത് സെർച്ച് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഉടൻ തന്നെ കോഴിക്കോട് ജില്ലയിൽ BSc കെമിസ്ട്രി ഉള്ള എല്ലാ കോളേജുകളും കാണിക്കുന്നതാണ്. ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും കാണിക്കുന്നതാണ്. നിങ്ങൾ എവിടെയാണോ ഓപ്ഷൻ നൽകിയത് അവിടെ അവസാനം കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്കുള്ള ഇൻഡെക്സ് കാണിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ ഉള്ള വിഭാഗത്തിലാണ് എങ്കിൽ ആ ഒരു വിഭാഗത്തിലും അവസാനം ഏത് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾക്കുള്ള ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്ത് എവിടെയാണ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഡ്മിഷന് സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഇപ്പോൾ തന്നെ കൂടുതൽ സെൽഫ് ഫിനാൻസ് കോളേജുകളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകളും ഉൾപ്പെടുത്തി അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ കുറഞ്ഞ ഇൻഡെക്സിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളും അവിടെയുള്ള വ്യത്യസ്ത കോഴ്സുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. 1/6/2026 അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിച്ചാൽ 2-3 ദിവസങ്ങൾക്കകം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വരുത്തേണ്ടതാണ്. പ്രത്യേകിച്ചും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഉൾപ്പെടുത്തുക. ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അവസാനത്തെ അവസരമായിരിക്കും അത്. പിന്നീട് സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിനിടയ്ക്ക് നിങ്ങൾക്ക് ഓപ്ഷനിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ വല്ലതും നിങ്ങൾക്ക് വേണ്ടാത്തവ ഉണ്ട് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാം വിശദീകരിക്കപ്പെടുന്ന ലൈവ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും മാത്രം ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വെബ് പേജിലേക്കുള്ള എല്ലാ ലിങ്കുകളും താഴെ നൽകിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.